ഹലോ എവരിവൺ, നമ്മളിന്ന് വിസിറ്റ് ചെയ്യുന്ന സ്ഥലം കോടയാർ. പോകുന്ന വഴിക്കായിരുന്നു അമ്പാടി ബ്രിഡ്ജ്. ബ്രിഡ്ജിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. മഴക്കാലത്ത് ഈ പാലത്തിൻ്റെ അടിയിൽ അത്യാവശ്യം വെള്ളം ഉണ്ടാവും. ആ സമയത്ത് ഈ ലൊക്കേഷൻ കാണാൻ വേറൊരു ഭംഗിയാണ്. ഇത്രയും വലിയൊരു പൈനാപ്പിൾ തോട്ടം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഏരിയൽ ഷോട്ട് നമുക്ക് കാണാം. ചെറിയ റോഡും ഇരുവശവും വളർന്നു നിൽക്കുന്ന ഈ റബ്ബർ മരങ്ങളും എല്ലാം ബൈക്ക് ഓടിക്കാനായിട്ട് നല്ലൊരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. റോഡിനൊരു വശം കോടയാർ നദി ഒഴുകുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ പോകുന്നത് ലോവർ കോടയാർ ക്യാമ്പ് റോഡിലൂടെയാണ്. ഈ റോഡ് ചെന്നെത്തുന്നത് ട്വിൻ വാട്ടർഫാളിലേക്കാണ്. അതിന് കുറച്ച് മുന്നെയാണ് മുതിരമലൈ വാട്ടർഫാൾ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. വാട്ടർഫാളിനോട് ചേർന്നുള്ള ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കാണുന്നത്. അതിനുശേഷം നമ്മൾ പവർ ഹൗസ് റോഡിലേക്കാണ് കയറുന്നത്. കോടയാർ പലതരം വന്യജീവികളെ കാണാൻ പറ്റുമെന്നാണ് അറിയുന്നത്. ബട്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് കുരങ്ങന്മാരെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇനിയും 14 കിലോമീറ്റർ മേലോട്ട് കാണിക്കും. ഇവിടുന്ന് നമ്മൾ നേരെ ട്വിൻ വാട്ടർഫാളിലേക്കാണ് പോകുന്നത്. ഇത് ട്വിൻ വാട്ടർഫാളിന് മുന്നേ ഉള്ള പാർക്കിംഗ് ആണെന്ന് തോന്നുന്നു. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഇവിടുന്ന് മുന്നോട്ട് വണ്ടി പോകും തോന്നുന്നില്ല. വഴി ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഇവിടെ പാർക്ക് ചെയ്തിട്ട് വാട്ടർഫാളിൻ്റെ കാഴ്ചകൾ കാണാം. ഇതാണ് ട്വിൻ വാട്ടർഫാൾ. ഒരു മലയിൽ നിന്ന് രണ്ടായി ഒഴുകുന്ന വെള്ളച്ചാട്ടങ്ങളാണ്. ബട്ട് ഇപ്പോൾ ഇവിടെ വെള്ളം തീരെ കുറവാണ്. ഇവിടെ വെച്ച് തിരുനെൽവേലിയിൽ നിന്ന് വന്ന കുറച്ചുപേരെ പരിചയപ്പെടാനിടയായി. സമയം തികയുമോ എന്നറിയാത്തത് കൊണ്ട് സ്കിപ്പ് ചെയ്ത പല സ്പോട്ടുകളിൽ ഒന്നായിരുന്നു ലോവർ കോടയാർ ബ്രിഡ്ജ്. തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ കാഴ്ചകൾ കൂടെ കണ്ട് നമുക്ക് ഈ മോട്ടോ വ്ലോഗ് അവസാനിപ്പിക്കാം.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.